നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്തു വെക്കും. ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിലെ സയൻഷ്യ ശാസ്ത്ര ക്ലബ്ബ് സ്കൂളിൽ ഒരുക്കിയ പ്ലാനറ്റേറിയവും സ്പേസ് ഷോയും കുട്ടികളിൽ ആവേശവും കൗതുകവും നിറച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കുറഞ്ഞ ചെലവിൽ പ്ലാനറ്റേറിയവും ബഹിരാകാശ കാഴ്ചകളും കാണാനുള്ള അവസരമാണ് ലഭിച്ചത്. സ്പേസ് ഷോയിൽ താരാപഥങ്ങളും ഗാലക്സിയും വാൽനക്ഷത്രങ്ങളും മിന്നിമറഞ്ഞു. കുട്ടികൾ ആവേശഭരിതരായി ആർപ്പുവിളികൾ മുഴക്കി. വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന സയൻഷ്യ ശാസ്ത്ര ക്ലബ്ബ് ഇതിനകം ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിയത്. നാദാപുരം ഗവൺമെന്റ് UP സ്കൂൾ ഇവിടുത്തെ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾ ഈ വർഷം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ആകാശ കാഴ്ചകൾ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പ്ലാനറ്റോറിയത്തിൽ പോയാൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചകൾ നമ്മുടെ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഈ കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിൽ ഈ ഒരു കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. ആകാശത്തുള്ള വിസ്മയ കാഴ്ചകൾ ഓരോന്നും അവർക്ക് കണ്ട് തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചറിയാനുള്ള അവസരം ഒരുക്കിയ സ്കൂൾ സയൻസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്ര ക്ലബിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വാട്ടർ ലോഞ്ചിങ്, റോക്കറ്റ് നിർമ്മാണവും വിക്ഷേപണവും, ടെലിസ്കോപ്പ് നിർമ്മാണം, പ്രകൃതി പഠന ക്യാമ്പുകൾ, പ്രകൃതി പഠന യാത്രകൾ, പക്ഷി നിരീക്ഷണം, സയൻസ് പഠനോപകരണ നിർമ്മാണ ശില്പശാല, വാന നിരീക്ഷണം, ചാന്ദ്രമനുഷ്യനുമായുള്ള അഭിമുഖം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. ഗവൺമെന്റ് UP സ്കൂൾ സയൻസ് ക്ലബ്ബ് ഈ വർഷവും വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ KG മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി ഞങ്ങൾ ചിന്തിച്ചപ്പം അങ്ങനെ ഉരുത്തിരിഞ്ഞ ഒരു കാര്യമാണ് ഈ പ്ലാനറ്റോറിയം ഷോ. അപ്പോൾ അത് എല്ലാവരെയും കാണിക്കാൻ നമുക്ക് അടുത്തുള്ള പ്ലാനറ്റോറിയം കോഴിക്കോട് മാത്രമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോകുക എന്നത് നമുക്ക് വളരെ പ്രയാസകരമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഒരു പ്ലാനറ്റോറിയം ഇവിടെ 2 ദിവസത്തേക്ക് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് ഒരു ടീം പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഒരു പ്ലാനറ്റോറിയം ഇവിടെ സെറ്റ് ചെയ്ത് എല്ലാ കുട്ടികളെയും ഇത് കാണാനുള്ള അവസരം ഒരുക്കിയത്. വാർഡ് മെമ്പർ കണേക്കൽ അബ്ബാസ്, PTA പ്രസിഡന്റ് PK ഖാലിദ് മാസ്റ്റർ തുടങ്ങിയവർ ഷോ കാണാനെത്തി. നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ശാസ്ത്രോത്സവം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സയൻസിയ 2024 ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആകാശ ലോകത്തെ അത്ഭുതങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാദാപുരം ഗവൺമെന്റ് UPയിൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നിരവധി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള KG ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്
ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്ര അവബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ പ്ലാനറ്റോറിയം തന്നെയാണ് ഇവിടെ ഒരുക്കിയത്. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് നാദാപുരം മേഖലയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നാദാപുരം ഗവൺമെൻറ് UP സ്കൂളിലെ സയൻസ് ക്ലബിന് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മൊയ്തു മാസ്റ്റർ, രമേശ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ PTA കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിദ്യാർത്ഥികൾ ധാരാളം ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ കാണാൻ കഴിയും. പാഠപുസ്തകത്തിന് ഉപരിയായിട്ട് ഇത്തരം ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പ്ലാനറ്റോറിയം സ്കൂൾ തന്നെ ഒരുക്കിയതിൽ കുട്ടികൾക്ക് ധാരാളം നല്ല അനുഭവമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരെയും സയൻസ് ക്ലബിനെയും പ്രത്യേകം PTA കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുക. ഹെഡ് മാസ്റ്റർ KK രമേശൻ, സയൻഷ്യ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ KP മൊയ്തു, RG രമ്യ, നിമ്യ മുല്ലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സയൻഷ്യ ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും പല പരിപാടികളും നടത്താറുണ്ട്. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കാറ്. ഈ സ്പേസ് ഷോയിൽ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള ഷെഡ്യൂളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ വിവിധ ക്യാമ്പുകൾ, വനപർവ്വം ക്യാമ്പ്, ദന്തൽ ക്യാമ്പ്, നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പുകൾ, വാനനിരീക്ഷണം, ഇനിയിപ്പോൾ ഒരു വാനനിരീക്ഷണം വരുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് ഒരു ട്രെക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രെക്കിംഗ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സിന് അടുത്താഴ്ച ഈ വരുന്ന ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പുതുമയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയും ടീച്ചേഴ്സിന് വേണ്ടിയും സയൻഷ്യയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. പ്രദർശനം 3 ദിവസം നീണ്ടു നിൽക്കും. സമീപത്തുള്ള പ്രൈമറി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും സ്പേസ് ഷോ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.